ഹായ്, ഇന്ന് ഒരു ഞണ്ട് റോസ്റ്റ് ആയാലോ? ഞണ്ട് നല്ല കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഞണ്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് റോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ റോസ്റ്റ് ആക്കാൻ എന്ത് വേണം? ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ വേണ്ടേ? അപ്പം ഞണ്ട് നന്നാക്കുകയും ചെറിയൊരു പ്രയാസമാണ്, ഈ ഉള്ളിയൊക്കെ കുനുകുനാരിയും ചെറിയൊരു പ്രയാസമാണ്. എന്തായാലും ഉള്ളിയൊക്കെ എടുത്ത് തോല് കളഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം തക്കാളി അരിഞ്ഞെടുക്കാൻ, കറി ഉണ്ടാക്കാൻ ഒക്കെ. അപ്പോൾ തക്കാളിയും കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് കുനുകുനാ അരിഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞണ്ട് നമുക്ക് അപൂർവമായിട്ടേ കിട്ടും. അതുകൊണ്ട് ഞണ്ട് റോസ്റ്റ് നമ്മൾ എന്താ പറയുക, അപൂർവമായി ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അതിലേക്കൊന്ന് വാട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരുംജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വാടി വരുമ്പോഴാണ് എന്തിടുക, നമ്മുടെ ഉള്ളിയും തക്കാളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് ഇതെന്തായി വരണം, നന്നായിട്ട് വാടി വരണം. മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം വാടി വരും. അങ്ങനെ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. മൂടി വെച്ചിട്ട് വാടിയതിന് ശേഷം കുറച്ച് ഫ്ലെയിം ഉയർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് വാടിയിട്ട് കിട്ടും. അതിലും കുറച്ച് മസാല എന്താക്കാം, ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റോസ്റ്റിനുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ആയിട്ട് മാറിക്കിട്ടും. അപ്പം നമ്മളത് വേവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അത് വാടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഈ അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയത് നമ്മൾ ഞണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വാട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പതപ്പിക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഇതാക്കി പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കണമെന്ന് പറയുകയാണ്. ടാറ്റാ, ബൈ ബൈ.